നമസ്കാരം. ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മീഡിയ വൺ പുറത്തുവിട്ട ഒരു ദൃശ്യം നിങ്ങളെ കാട്ടിത്തരാം. കൊടുമ്പിരി കൊണ്ട പ്രതിഷേധം, സംഘർഷഭരിതമായ മനസ്സുകളുമായിട്ട് എല്ലാവരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ ആ പ്രതിഷേധത്തിൽ ഇരമ്പി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പൂക്കി മുഖ്യൻ എന്ത് ചെയ്യായിരുന്നു എന്ന് നമ്മൾ രാവിലെ കൊടുത്തൊരു വീഡിയോയുടെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ ദൃശ്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവരും ആ സമരത്തിന്റെ ആവേശത്തിൽ അവരുടെ ഉള്ളാലെ സമരാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ പൂക്കിയുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയ നിങ്ങൾ തരളിതനാണ്. ചില പൂക്കിത്തരമൊക്കെ ഇറക്കുന്നുണ്ട്. ആരോടാണ് എന്നുള്ളൊരു സംശയമുണ്ട്. ക്യാമറ എതിർ ദിശയിലോട്ട് തിരിയാത്തത് കൊണ്ട് അത് ആരോടാണ് ആ പൂക്കിസം എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലേ, അതാണ് ഇറക്കിയിരിക്കുന്നത്. ആരോടാണ് ഈ സന്ദർഭത്തിൽ ഇത്രയും നമ്മൾ ആവേശഭരിതരായി നിൽക്കുന്ന സന്ദർഭത്തിൽ, ഈ നാട്ടിലെ ചെറുപ്പങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്ന സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് ആ സമരത്തോടുള്ള മനോഭാവം എന്താണെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നില്ലേ? അതിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ ചെയ്ത പ്രവർത്തനത്തോട് ഒരാൾക്ക് മാനസികമായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധ മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. വേറെ ജോലിയൊന്നും ഇല്ലേ അമ്മമാർക്ക്? അതും നമ്മുടെ മോഡിജിയുടെ അടുത്ത് പോയി ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്ക് വളരെ പരമപൂജനീയായിട്ടുള്ള വ്യക്തിയുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇത് ചെയ്യാൻ ഇവന്മാർക്ക് വേറെ ജോലി ഇല്ലേ എന്ന മനോഭാവത്തിൽ, വേറെ ബിസിനസ് ആക്ടിവിറ്റികളിൽ നമ്മുടെ പൂക്കി മുഖ്യൻ നിറഞ്ഞാടുകയായിരുന്നു, അതിൽ അഭിരമിക്കുകയായിരുന്നു എന്ന് മീഡിയ വൺ തന്നെ ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൂക്കി മുഖ്യനോട് എന്തോ വിയോജിപ്പുള്ളത് കൊണ്ടാണ്. ഈ സമരത്തിന് പോലും ഇത്ര സിൻസിയോറിറ്റിയേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് പിന്നെ ആരോടാണ് കൂറ് എന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ രീതികൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡയലോഗും വാചക കസർത്തുകൾക്കപ്പുറം റിയൽ സതീശൻ എന്താണെന്ന് നമ്മളെ ചില ദൃശ്യങ്ങൾ തെളിയിക്കും. അതുകൊണ്ട് ഈ PR ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന വ്യക്തി എന്നതിനപ്പുറം ഈ നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളോട് ഇയാളുടെ മനോഭാവം എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്.